നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ ഇപ്പോൾ വീണ്ടും പഴയ 2002-ലും 2003-ലുമായി നടന്ന മാറാട് കലാപം വീണ്ടും ഇവിടെ ചർച്ചയാക്കിയിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ചർച്ചയാക്കുന്നതിന് പിന്നിൽ എന്തായാലും ഒരു രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിൽ തർക്കമില്ലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുന്നത് അത്രയും പ്രശ്നകലുഷിതമായ സ്ഥലത്തേക്ക് പോകരുത് എന്ന് നിർദ്ദേശമുണ്ടായിരുന്നിട്ടും താൻ പോയിരുന്നു എന്നും, എന്നാൽ കുഞ്ഞാലിക്കുട്ടി ആ സ്ഥലത്തേക്ക് പോയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അതായത് അത്രയും ധീരനാണ് താൻ എന്ന് അങ്ങ് സ്വയം വാഴ്ത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു ചർച്ച ഇവിടെ സജീവമാക്കുന്നതിൽ എന്തായിരിക്കും പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാക്കാം. മാറാട് കലാപത്തെ സംബന്ധിച്ചിടത്തോളം അതെന്തുകൊണ്ട് സംഭവിച്ചു, അതെങ്ങനെയാണ് സംഭവിച്ചത്, അതിലാരാണ് പ്രതികൾ, അതൊരു വർഗീയ കലാപമല്ലേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ അത് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിൻ്റെ മാത്രം കാര്യത്തിൽ പറയാം. അതായത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് CPM ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ് ചോദ്യം. ഇത് AK ബാലനാണ് ഈ കാര്യം പറഞ്ഞത്. അതായത് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാരാണ് പറഞ്ഞത്? ആ പറഞ്ഞത് കൃത്യമായിട്ടും ഈ പറയുന്ന AK ബാലനാണ്. AK ബാലൻ അതിലൂടെ ലക്ഷ്യമിട്ടത് മാറാട് കലാപം എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ഒരു വർഗീയ കലാപത്തെ വീണ്ടും ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വലിയ വലിയ കലാപങ്ങൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച് മുറിവേറ്റ ഒരു വർഷങ്ങൾക്കിപ്പുറവും വീണ്ടും 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 എടുത്തിട്ട് ഓർമ്മപ്പെടുത്തി അതിൽ മുറിവിൽ വീണ്ടും ഉപ്പ് തേച്ച് അതിനെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന കാര്യമാണ് ഇവിടുത്തെ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സത്യാവസ്ഥ. യഥാർത്ഥത്തിൽ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നത്തെ വർഗീയ കലാപത്തിൽ ആവുമായി ബന്ധപ്പെട്ട് അന്ന് ആളുകൾ ആ ചിന്തയിലേക്ക് പോവും, അവിടെ കൊല്ലപ്പെട്ട ആളുകളിലേക്ക് പോവും, അവരുടെ മതങ്ങളിലേക്ക് പോവും. ആ മതവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുണ്ടായ പങ്കുകൾ ഉണ്ടാവും. മുസ്ലിം ലീഗിനുള്ളിലുണ്ടായിരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി വിഭാഗക്കാരാണ് അത് ചെയ്തത് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ തെളിവുകളോ കാര്യങ്ങളോ മറ്റു കിട്ടിയില്ല. പക്ഷേ അതിൽ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടു. മറ്റു മുസ്ലിം ലീഗിന് അതിൽ കൃത്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറ്റു കാര്യം ഉണ്ടായിരുന്നോ, ജമാഅത്തെ ഇസ്ലാമിക്കത്തുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നോ എന്നൊന്നും അന്വേഷണ സംഘത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. അതുകൊണ്ട് പൊളിറ്റിക്സിൻ്റെ പുറത്ത് നമുക്ക് എന്തും കയറി പറയാവുന്ന ഒരു കാര്യമല്ല ഈ വർഗീയ കലാപങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും മുറിവിൽ ഉപ്പ് പുരട്ടരുത് എന്നുള്ളതാണ്. കാരണം ഒരു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വളരെ ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ വിഭജനം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ഈ മതേതരത്വ പാർട്ടി എന്ന് പറയുന്ന CPM-ന് അതിൽ വലിയ പങ്കുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോഴൊന്നുമല്ല, എല്ലാ സമയത്തും ഇവർ വേദികളിൽ പറയുന്നത് നിങ്ങൾ മുസ്ലിമാണ്, അവർ ഹിന്ദുക്കളാണ്, അവർ അതാണ്, ഇവരിതാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ജാതി ചിന്ത. പിന്നെ ഈ ജാതിയെ പറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഏത് പാർട്ടിയാണ്? CPM ആണ്. മനുഷ്യരുടെ ഉള്ളിൽ ജാതി മത സ്പർദ്ധ ഉണർത്തുന്നതിൽ, അത് വീണ്ടും കുത്തി വലുതാക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. എൻ്റെ ഒരു സംശയം എന്താ പറയുമോ, അന്ന് അത് ഒരു പൈപ്പിൻ ചുവട്ടിലെ ഒരു ചെറിയൊരു തർക്കത്തിൽ നിന്ന് തുടങ്ങി വലിയൊരു കലാപമായി മാറിയതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തർക്കത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കലാപമാക്കി മാറ്റി എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ കഴിയുന്നത്? അത് ഒന്നാം മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് ചെറിയ പൈപ്പിൻ ചോട്ട് തുടങ്ങിയൊരു തർക്കം, ആ തർക്കം മനുഷ്യന്മാർ തമ്മിലുള്ള ഈഗോ, പരസ്പരമുള്ള ശത്രുത, ഇതിനെ അവിടെ ഒരു വലിയ തർക്കമായപ്പോൾ അത് ഒരു വിചാരിക്കാത്തതിനപ്പുറത്തേക്കുള്ള ചില പ്രശ്നങ്ങളിലോട്ട് പോയപ്പോൾ അതിന് പ്രതികാരമായിട്ട് ഒരു വലിയ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അവിടെ ഒരു വലിയ കലാപം ഉണ്ടാക്കുകയായിരുന്നു മാറാടുണ്ടായത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് AK ആൻ്റണിയുടെ ഗവൺമെൻറ്റിൻ്റെ സമയമായിരുന്നു. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായ ഈ സംഭവത്തിൽ പിണറായി വിജയനും CPM-ഉം പാടുന്നത് പോലെ പാടി നടന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ അന്ന് മാറാടിൻ്റെ മുറിവേറ്റ ആ സ്ഥലത്തേക്ക്, അവരുടെ വീടുകളിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്നു. അവിടെ പറഞ്ഞിരുന്നത് ഈ കൊല്ലപ്പെട്ടത് ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തടയും, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, വലിയ പ്രശ്നമുണ്ടാകും എന്നാണ് അന്ന് ഞങ്ങൾക്കൊക്കെ ഭീഷണിയുടെ രൂപത്തിൽ അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊണ്ടുപോകരുത് എന്നുള്ളതായിരുന്നു ഭീഷണി. അത് കേട്ട് AK ആൻ്റണിയും ലീഗും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ അതനുസരിച്ചു. AK ആൻ്റണി അല്ലാതെ പോയി കുഞ്ഞാലിക്കുട്ടിയെ പോലും കൂട്ടാതെയാണ് AK ആൻ്റണി ആ ഒരു സ്ഥലത്തേക്ക് പോയത്. പക്ഷെ ഞാൻ പോയത്
എൻ്റെ കൂടെ മുസ്ലിംസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അവരോട് സംസാരിച്ച് ധൈര്യപൂർവ്വം ഇവരുടെ കത്തിമടക്കുകൾ ഇന്ദ്രന ചന്ദ്രന്മാരെ പോലും അങ്ങനെയാണ് പറഞ്ഞത്, ഇന്ദ്രന ചന്ദ്രന്മാരെ പോലും പേടിക്കാത്ത കത്തികൾക്കിടയിലൂടെ നടന്ന ആളാണ്. അങ്ങനെയുള്ള ആ മനുഷ്യൻ അവിടേക്ക് കയറിപ്പോയി തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. ഇത് പാർട്ടി ക്ലാസ്സുകളിൽ, സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ റിപ്പീറ്റായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് പാവപ്പെട്ട പാർട്ടി സഖാക്കളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് സത്യമാണ് എന്നാണ്. പക്ഷേ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചത് എന്ന് മാറാട് കലാപത്തെ, ഇപ്പോൾ മാറാട് കലാപം നടന്ന 2002, 2003 കാലഘട്ടങ്ങളിൽ ഓർമ്മ ഇപ്പോഴുള്ള ആളുകൾക്ക് പോലും ഉണ്ടാവില്ല. അന്നത്തെ പാർട്ടിക്കാർക്ക് പോലും അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ല, മാധ്യമങ്ങളില്ല, അന്ന് ഇതൊക്കെ സംഭവിച്ചു എന്നാണ് ഈ പാവപ്പെട്ടവർ വിശ്വസിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഫാക്ട് ചെക്ക്, രേഖ വെച്ചുള്ള ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയോ? അന്ന് ഈ പിണറായി വിജയൻ അവിടത്തേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിണറായി വിജയൻ പോയപ്പോൾ അവിടെ പിണറായി വിജയൻ്റെ കൂടെ കണ്ണൂരിലുണ്ടായിരുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. മനഃപൂർവ്വമാണ് ഒരു മുസ്ലിമിനെ അവിടെ ഉൾപ്പെടുത്തിയതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അവിടെ പോയ സമയത്ത് പിണറായി വിജയൻ അവിടെയുള്ള ഒരു വീട്ടിൽ കയറി ഈ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്തേക്ക് തന്നെ വലിയ ജനക്കൂട്ടം ഇവരെ വളഞ്ഞു. വലിയ ജനക്കൂട്ടം വളഞ്ഞു, അക്രമാസക്തരായി, വലിയ പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതേപടി തിരിച്ച് യൂട്ടേൺ അടിച്ചു, തിരിച്ചു പോയി പിണറായി വിജയൻ. അതേ പിണറായി വിജയൻ CPM പിന്നെ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം നാമധാരിയായ ആളുകളെ കൂട്ടി അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് വിജയിച്ച് പറയും, ഞങ്ങളെ ഒരാളും തൊട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അന്ന് അടി കിട്ടാത്തത് ഭാഗ്യം, അതാണ് സത്യം. അത് ഞാൻ പറയുന്നതല്ല, എന്നെ തന്നെ വിളിക്കണ്ട. പറയുന്നത് ദ ഹിന്ദു പത്രം, അതിന് തൊട്ട് പിന്നാലെ ഇറങ്ങിയ ദ ഹിന്ദു പത്രം, കേരളത്തിൽ അതിന് തൊട്ട് പിന്നാലെ ഇറങ്ങിയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രികയും കോൺഗ്രസിൻ്റെ വീക്ഷണവും BJPയുടെ ഇതുണ്ടല്ലോ ജന്മഭൂമിയും മറ്റേ ഈ CPIയുടെ ജനയുഗവും ഒക്കെ എടുത്ത് മാറ്റിവെച്ചിട്ട് അല്ലാതെ ഇറങ്ങുന്ന പത്രങ്ങളുണ്ട് ഇവിടെ. മാതൃഭൂമി, മനോരമ, മംഗളം പോലുള്ള പത്രങ്ങളുണ്ട്. ആ പത്രങ്ങളിൽ വന്ന തലക്കെട്ട് എന്തായിരുന്നു എന്നുള്ളതാണ്. മടങ്ങിപ്പോവേണ്ടി വന്നു പിണറായി വിജയന് എന്നുള്ളതായിരുന്നു. തടഞ്ഞു, പിണറായിയും കൂട്ടിനെ തടഞ്ഞു. ഇതൊക്കെയാണെന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത. ദ ഹിന്ദു ആണ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ അവിടെ വലിയ പ്രശ്നമുണ്ടായി, അത് കണ്ട് തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്താ, ഞങ്ങൾക്ക് ആരെയും ഭയമില്ലാതെ ഞങ്ങൾ പോയി. മാത്രമല്ല അന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഈ AK ആൻ്റണി അവിടെ ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണോ സംഭവിച്ചത്? ഒരു വർഗീയ കലാപമുണ്ടായി, അവിടെ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളാണ്, അവർ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ആ സ്ഥലത്തേക്ക് അവരുടെ വൈകാരികതയെ മുറിവേൽപ്പിക്കും വിധത്തിൽ ഞങ്ങളിതാ മുസ്ലിങ്ങളെയും കൂട്ടി വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾക്കാരെയും കൂട്ടി പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ വീണ്ടും സ്ഥിതി രൂക്ഷമാവുമല്ലേ? ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല. അതെ, അതല്ല ചിന്തിക്കുക. മുസ്ലിം ലീഗിന് വേണമെങ്കിൽ അവിടേക്ക് അതിക്രമിച്ച് 10 വണ്ടി പോലീസിനിട്ടിട്ട് പോവായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് പോകാഞ്ഞെന്നറിയോ? അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാവരുത്, നമ്മൾ പോയാലും പ്രശ്നം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ടാണ് അന്ന് അവിടെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അവിടെ മര്യാദ പാലിച്ചത്. അതിനെപ്പോലും വർഗീയവൽക്കരിച്ചു. അത് ധൈര്യമില്ലായ്മയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തോ വലിയ കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ മണ്ണിൽ അവിടെ അത്രയും വലിയ വർഗീയകലമാണ്. അത് ഹിന്ദുക്കൾ മരണപ്പെട്ട് കിടക്കും, വലിയ ഹിന്ദു ഒരു വൈകാരികത തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടത്തേക്ക് ഒരു മുസ്ലിം നേതാവിനെയും കൂട്ടി പോയിട്ട് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ ആരാ ശ്രമിച്ചത്? ഇതൊക്കെ ചരിത്രമാണ്, ഫാക്റ്റാണ് പറയുന്നത്. നമ്മൾ ആരോപണമൊന്നും ഉന്നയിക്കുകയല്ല. അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണല്ലോ അവർക്കുള്ളത്. അതെ, അതായിരുന്നു അന്ന് സംഭവിച്ചത്. പക്ഷെ പിന്നീട് ഇപ്പോൾ ഇത് ബാലം പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ പങ്കുണ്ടോ, പങ്കാളിത്തമുണ്ടോ എന്നുള്ളതൊക്കെ മറ്റു കാര്യം, അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുവഴി മുസ്ലിം ലീഗിനെയും അതുവഴി കോൺഗ്രസിനെയും ഒക്കെ വീണ്ടും ഇതിലേക്ക് എത്തിക്കുക. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വോട്ട്, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ഒരേപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്. ആ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കണമെങ്കിൽ വീണ്ടും ഒരു മാറാട് കലാപത്തെയൊക്കെ ഓർമ്മപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമി BJP ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കൂടെയാണുള്ളത്, നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉള്ള വോട്ട് എങ്ങനെ തങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് എന്ത് പണിയാണോ CPM എടുപ്പിച്ചത് അതേ പണി തന്നെയാണ് AK ബാലനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ മറന്നുപോയൊരു കാര്യമുണ്ട്. മറന്നുപോയതാണെന്നറിയോ? ഇതേ CPM-ഉം പിണറായി വിജയനും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്ഥലത്ത് കയറി നിറങ്ങിയ വീഡിയോ, ഫോട്ടോ, ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ സ്ഥലങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പുണ്യവാനാണ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. എന്നിട്ട് പിണറായി പറയും എനിക്കത് ഓർമ്മയില്ല, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുക ഇപ്പോഴും SDPIയുടെ കൂടെ സപ്പോർട്ട് കൂടി നടക്കുകയാണ് ആര്? ഈ പറയുന്ന CPM. ഇവിടെ നിരോധിക്കപ്പെട്ടു. അതായത്
പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. ഇന്ത്യയെ വലിയ കലാപഭൂമിയാക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമാണ് ആര്, ഈ പറയുന്ന SDPI. ആ SDPI കൂട്ടുപിടിക്കുന്ന ആരാ, CPM ആണ്. അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. CPM ആരെ കൂട്ടുപിടിച്ചാലും അതിന് പ്രശ്നമില്ല. ജമാഅത്തെ ഇസ്ലാമിന് നാളെ CPM നിൽക്കട്ടെ, ടോട്ടൽ ജമാഅത്തെ ഇസ്ലാമി പരിശുദ്ധരാകും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പൊളിറ്റിക്സിലേക്കല്ല ഞാൻ പോകുന്നത്. ഇത് ആര് ശരി, ജമാഅത്തെ ഇസ്ലാമി തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് CPM ഇവിടുത്തെ നയമാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ഒറ്റ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ഒരു ഇതുണ്ടാക്കാനുള്ള ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭീകരമാണ്. ഇത് വലിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. മതേതരത്വ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ നല്ലത് തീവ്രവർഗീയ പാർട്ടി നിങ്ങൾ പേരെടുത്താണ് ഏറ്റവും നല്ലത്. ഇതൊന്നും അല്ല, ഇതൊന്നും ശരിയല്ല. ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതികരിച്ചതിന് അസ്കറിനെതിരെ അസ്കറിന് പിന്നെ ഇത് കൊടുത്തു, താക്കീത് കൊടുത്തു. ഇനി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയെതിരെ പറയരുതെന്ന്. ഇതാണ് ലോകം. വിമർശനങ്ങൾക്ക് അതീതനാണ് മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും.